എന്തിനാ മോളെ നീ ആ സുവർണ്ട് ഹോസ്പിറ്റലിലേക്ക് അമ്മനെയും കൊണ്ട് പോയത്? ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനാ വാപ്പച്ചി? ഇത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത വാപ്പച്ചി. ഞാൻ പറഞ്ഞ തൃശ്ശൂർ പോവാന്ന്. വലിയ ഫ്രണ്ട് അല്ലേ ശേഖരൻ പേരാ മോള്. നീ പോടാ. അതിനെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട. ഞാൻ ഇനി എവിടേക്കുമില്ല. എനിക്കിപ്പോ അങ്ങനെ ഒരു അസുഖവും ഇല്ല. വരമ്മവ ആ വടക്കേതിലെ കുട്ടി വന്നാ ഊണിന്റെ പണി നോക്കാൻ പറയൂ. കുട്ടി പോയി കിടന്നോളൂ. അച്ഛാ, എന്താ നമ്മള് ചെയ്യാ? എക്സ്പേർട്സിനെ ആരെങ്കിലും കാണിക്കണം. ഉടനെ അയാളോട് പറഞ്ഞാ കേക്കില്ല. ഇത്തിരി വാശി കൂടുതലാ. എന്തിനും ഞാൻ ഡോക്ടർ രാമചന്ദ്രനെ ഒന്ന് വിളിക്കാം. സുഹറാ മോളെ. സായിറാം. വേണ്ട വെച്ചോ. എന്താ ഭാനുമതിക്ക്? ഒരു നെഞ്ചരിച്ചില് വന്നു. കുഴപ്പമൊന്നുമില്ല. ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുമാ പറഞ്ഞ്. നാളെ തൃശ്ശൂർക്ക് കൊണ്ടുവല്ലാനും പറഞ്ഞു. അത് മതിയാവും. ഇവിടെ ആടോ കുറെ നാളായല്ലോ. ഞാനൊന്ന് പുട്ടപ്പുറത്ത് വരെ പോയി. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു. എന്തായിരുന്നു ശേഖരന്റെ ഹാലടക്കം? എന്നോടൊപ്പം തന്നെ ഒരുത്തം വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഓ നന്നാവൂല ശേഖരൻ. അയാളിപ്പോ എന്താ ചെയ്ത്? അവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാലോ. അവന്റെ ഹോസ്പിറ്റല് പ്രാന്താണ്. അവന് പ്രാന്ത്. വാരകലി അടങ്ങിയിട്ടില്ല. എന്താ സംശയം? ഇന്നത്തെ ശേഖരന്റെ ഗോഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റ കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ.